ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി. സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ, പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, നിങ്ങളുടെ മനസ്സിലുണ്ടോ? മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത. മനുഷ്യനിർമ്മിത മണ്ണിടിച്ചിൽ സൃഷ്ടിച്ച വടക്കാഞ്ചേരി പരുത്തിപ്രയിലെ പുതിയ പെട്രോൾ പമ്പിന്റെ നിർമ്മാണ പ്രവൃത്തി തുടരാൻ അനുവദിക്കില്ലെന്ന് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PN വൈശാഖ്. നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും വൈശാഖ് പറഞ്ഞു. ജനവാസ മേഖലയിലാണ് പെട്രോൾ പമ്പ് നിർമ്മാണം നടത്തുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തും നശിപ്പിച്ചുകൊണ്ട് ഇത്തരം ഒരു സ്ഥാപനം ഈ പ്രദേശത്തിന് ആവശ്യമില്ല. ശക്തമായ സമരപരിപാടികൾ തുടർന്ന് സംഘടിപ്പിക്കുമെന്ന് വൈശാഖ് പറഞ്ഞു. പെട്രോൾ പമ്പ് നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പരുത്തിപ്ര വാർഡ് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ ഇന്നലെ ഒരു അനിഷ്ട സംഭവം നടന്നു. തീർച്ചയായും അത് കണ്ടപ്പോൾ ഒരു സാധാരണ ഏതൊരു പ്രവർത്തകനും ഏതൊരു മനുഷ്യനും ആ ഒരു കാഴ്ച കണ്ടാൽ ഞെട്ടിക്കുന്നതാണ്. കാരണം ഏകദേശം 35 അടി ഉയരത്തിൽ വെറും ചെറിയ വണ്ണത്തിൽ കരിങ്കല്ല് കെട്ടി ഇവിടെ പെട്രോൾ പമ്പിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം വൃത്തിയാക്കുന്നത് എന്നാണ് പരിസരവാസികളുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷനും ഇതിന് പാലിച്ചിട്ടില്ല. 35 അടി ഉയരത്തിൽ ഒരിക്കലും അത് കരിങ്കല്ല് ഭിത്തി ഒരിക്കലും അവിടെ നിലനിൽക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന് കൃത്യമായി സ്ട്രക്ചറൽ ഡിസൈൻ വേണം. ആ സ്ട്രക്ചറൽ ഡിസൈനിൽ അത് കോൺക്രീറ്റ് വാളുകളായിട്ട് തന്നെ പണിയേണ്ട ഒരു സ്ട്രക്ചർ ചെലവ് ചുരുക്കാൻ വേണ്ടി അത് ചില മണ്ണ് മാഫിയകളുടെ ഒത്താശയോടെ ആവശ്യത്തിലധികം ഈ ഭാഗം ഒരു കുണ്ടായിട്ട് കടന്നിരുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് ഏകദേശം 1000 ലോഡ് മണ്ണ് ഒരിക്കലും താങ്ങില്ല. 1000 ലോഡ് മണ്ണ് തൊട്ടപ്പുറത്ത് വീടുകൾ, സൈഡിൽ വീടുകൾ, താഴെ 35 അടിയുടെ താഴെ വീടുകൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും കെയർലെസ്സായി ഇങ്ങനൊരു കെട്ടിടം പണിയാൻ എങ്ങനെ നഗരസഭയിൽ നിന്ന് പെർമിഷൻ ലഭിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. വാർഡ് പ്രസിഡന്റ് AM അഫ്സൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, ബുഷറ റഷീദ്, സന്ധ്യ കൊടക്കാടത്ത്, ജയൻ മംഗലം, PR സുരേഷ് കുമാർ, സജിത് അഹമ്മദ്, KM സത്താർ, ബാബു കാക്കത്തിരുത്തേൽ, വർഗീസ് കാക്കത്തിരുത്തേൽ, ലക്ഷ്മി ശങ്കരൻ എന്നിവർ പ്രസംഗിച്ചു. ഒരു 8 മാസത്തോളായി ഞങ്ങൾ കാക്കത്തിരുത്തൽ കുടുംബം നമ്മൾ പറഞ്ഞെങ്കിലും തുടർന്നൊരു 8 ഫാമിലികളും ആ വഴിയിലുണ്ട്. ഞങ്ങളെല്ലാവരുടെയും ഭയമായിരുന്നു ഈ പമ്പ് അല്ല എന്ത് നിർമ്മാണം വന്നാലും ഈ 30 അടിയോളം ഹൈറ്റും 100 മീറ്ററോളം വീതിയും വരുന്ന ഈ ഒരു പ്രവർത്തനം, നീളം വരുന്ന ഈ ഒരു പ്രവർത്തനം എങ്ങനെയായിരിക്കുമെന്നൊരു ഭയം നമുക്കുണ്ടായിരുന്നു. ഞാനും കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തുന്ന ആളാണ്. ഞാൻ അന്ന് തന്നെ സൂചിപ്പിച്ചിരുന്നു. കാരണം നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഇത്രയും ഹൈറ്റ് വരുന്നത് മിനിമം 5 മീറ്ററെങ്കിലും പില്ലറുകൾ ഫൗണ്ടേഷൻ ഇട്ടാൽ മാത്രമാണ് ഇത്രയും ഹൈറ്റ് വരുന്ന ഇത്രയും വീതി വരുന്ന ഒരു വർക്ക് നിലനിൽക്കുകയുള്ളൂ. JCB പോലും ഉപയോഗിക്കാണ്ടാണ് ഫൗണ്ടേഷൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ നേരിട്ട് കാണുകയും ചെയ്തു. അപ്പം നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഈ വർക്ക് ചെയ്യുന്ന ആൾ, മുതലാളി എന്ന് പറയുന്ന ആൾ ഈ കൺസ്ട്രക്ഷൻ മേഖലയുമായി ബന്ധപ്പെട്ട ആളാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത്രയും കൺസ്ട്രക്ഷൻ മേഖലയുമായി ബന്ധപ്പെട്ട ആൾ ഇത്തരം വർക്ക് ചെയ്യുമ്പോൾ ആൾ പണിയുന്ന വർക്കുകൾ എത്രത്തോളം സേഫ്റ്റി ഉണ്ടെന്ന് നമുക്ക് ഭയമാണ്. മാത്രമല്ല ഞായറാഴ്ച ഒരു 3:30 കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ ബില്ലിൽ ക്രാക്ക് ഉണ്ടായിരുന്നു. അതിന് തെളിവ് എൻ്റെ അടുത്തുണ്ട്. അന്ന് റീറ്റെയിൻ വാളിലാണ് ക്രാക്ക് കണ്ടത്. ആ ക്രാക്ക് കണ്ടപ്പോൾ ഞാനത് നോട്ട് ചെയ്തിരുന്നു. പിറ്റേ ദിവസം 9:19 ഞാൻ മറ്റൊരു ദൃശ്യങ്ങളും കണ്ടു. ഈ ക്രാക്ക് എന്നുള്ളത് വീതി കൂടിയിട്ടുണ്ടായിരുന്നു. അതിൽ അപകടം മുൻ കണ്ടോന്ന് തോന്നുന്നു. ദയവായിട്ട് എനിക്കത് വീഡിയോ എടുക്കാൻ സാധിക്കും. എന്നിട്ട് ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുത്തത്. ആ വീഡിയോ എടുത്തിട്ട് ഞാൻ എൻ്റെ വർക്കിൻ്റെ പാട്ട് കണ്ടശാങ്കടവിലേക്ക് പോയപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കോൾ വരികയാണ്, ആ വീട് നമ്മുടെ മതിലിക്ക് പറ്റിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ചേച്ചി ഏട്ടൻ്റെ വൈഫിനോട് ചോദിച്ചത് റീറ്റെയിനിങ് വാളാണോയെന്ന് ചോദിച്ചു. ആദ്യം റീറ്റെയിനിങ് വാളല്ല, കല്ലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത്രയും 35 അടി ഹൈറ്റും 100 മീറ്റർ വീതിയും വരുന്ന ഈ വാള് റീറ്റെയിനിങ് വാളല്ല, കല്ലുകൾ റബ്ബിളും കൂടി വരുമ്പോൾ നമ്മൾ മുണ്ടക്കെ ചൂരൽമല ദൃശ്യങ്ങൾ നമ്മൾ TV കണ്ടിട്ടാണ്.
അത് എങ്ങനെയായിരിക്കും നമുക്കറിയുന്നില്ല. അപ്പം ഞാൻ വീഡിയോ കോൾ ചെയ്തപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ വീട് ഏകദേശം ദൈവത്തിൻ്റെ കൃപ കൊണ്ടാന്ന് തോന്നുന്നു, ഞങ്ങളുടെ കന്നുകാലി ഉൾപ്പെടെ ഞങ്ങളുടെ ദൈവം കാത്തുകൊണ്ടാന്ന് തോന്നുന്നു, ആരൊക്കെയോ പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിക്കണേ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. VCV ന്യൂസ് വടക്കാഞ്ചേരി. You are watching VCV News.